പുലിയുടെ ആക്രമണത്തിൽ 12കാരന് പരിക്കേറ്റു എന്നുള്ള വിവരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സംഭവം ഉണ്ടാകുന്നത് ബെന്നാർഘട്ട ദേശീയോദ്യാനത്തിലാണ്. സഫാരി വാഹനത്തിന് മുകളിലേക്ക് കയറിയാണ് സീറ്റിലിരുന്ന കുട്ടിയെ പുലി മാന്തിയത്. ആക്രമണത്തിൽ കുട്ടിയുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കുട്ടിക്ക് ഉടൻ തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകിയിരുന്നു. KB ശ്രീധരനാണ് നമ്മുടെ കൂടെയുള്ളത്. ശ്രീധരൻ, ഇതേ ബെന്നാർഘട്ട ദേശീയോദ്യാനത്തിൽ നിന്നും ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഒരു വീഡിയോയെക്കുറിച്ച് ഇതേ തത്സമയ റിപ്പോർട്ടിൽ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുള്ളതാണ്. അതിനുശേഷവും ഇങ്ങനൊരു അക്രമം ഉണ്ടാകുന്നു, അതിലൊരു കുട്ടിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടാവുകയാണ്. ശരിക്കും ഈ സേഫ്റ്റി നെറ്റൊക്കെ ഉപയോഗിക്കേണ്ടതല്ലേ? അതൊക്കെ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാതെ പോയത്? പൂജ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ തത്സമയ റിപ്പോർട്ടിൽ ഇതിനു മുൻപ് നമ്മൾ ഈ ബെന്നാർഘട്ട ദേശീയോദ്യാനത്തിൽ ഒരു വീഡിയോ കൊടുത്തിരുന്നു. അതും ഇതേപോലെ തന്നെ ഒരു പുലി ഈ സഫാരി വാഹനത്തിന് മുകളിലേക്ക് കയറി, അതായത് നമ്മുടെ ജനൽ വരുന്ന ഭാഗത്ത് കയറി നിൽക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അന്നത് വലിയൊരു കൗതുകമായിരുന്നു. പ്രത്യേകിച്ച് ഇത്ര അടുത്ത് പുലി ഇങ്ങനെ വന്ന് പുലിക്ക് നടുവിൽ നമ്മൾ ഇത്ര ആളുകൾ അല്ലെങ്കിൽ ജനങ്ങൾ, ടൂറിസ്റ്റുകൾ നിൽക്കുന്നു. അതൊരു വലിയ കൗതുകമായിരുന്നു. പക്ഷെ ഇന്നത് കൗതുകമല്ല. ഇന്നത്തെ ഈ വീഡിയോയിൽ വലിയ ആശങ്ക തന്നെയാണുള്ളത്. അതായത് നോക്കുക, സഫാരി ജീപ്പിന് മുകളിലേക്ക് പുലി കയറി, അതായത് മറ്റ് പഴയ ദൃശ്യങ്ങളിലെ പോലെ തന്നെ അതുപോലെ പുലി കയറുന്നു. പക്ഷേ അവിടുത്തെ ഈ സേഫ്റ്റി നെറ്റിന് ചെറിയ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിൻഡോ സൈഡിലിരുന്നിരുന്ന കുട്ടിക്ക് പോറലേൽക്കുകയാണ്. അതായത് കുട്ടിയുടെ കയ്യിൽ പുലി മാന്തുകയാണ് ചെയ്തത്. രണ്ടിടത്ത് മുറിവ് ഉണ്ടായിട്ടുമുണ്ട്. ഏതായാലും ഇതൊരു ആശങ്കപ്പെടുന്ന വീഡിയോ തന്നെയാണെന്ന് സംശയമില്ല. കേവലം 12 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് ഇങ്ങനെ ഒരു ആക്രമണം ഏൽക്കേണ്ടി വന്നത്. ഏതായാലും ഇതിന് പിന്നാലെ തന്നെ ഈ കുട്ടിക്ക് വേണ്ട പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നൽകി. ഈ സേഫ്റ്റി നെറ്റിന് ചെറിയ തകരാറുണ്ടായിരുന്നു എന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് മന്ത്രി ഈശ്വർ ഖാന്ദ്രെ ഈ വിഷയത്തിൽ കർശനമായിട്ടുള്ള നടപടിയെടുക്കണം, ഈ വാഹനങ്ങളുടെ ഒരു സുരക്ഷാ ഓഡിറ്റൊക്കെ നടത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇതൊരു അത്ര വലിയ ഒരു ദേശീയോദ്യാനമല്ല, പക്ഷേ ഈ മൃഗങ്ങളെയൊക്കെ വളരെ അടുത്ത് കാണാനാകുന്ന ഒരു സ്ഥലമാണ്. ബംഗളൂരു നഗരപ്രാന്തത്തിൽ തന്നെയുള്ള ഒരു ദേശീയോദ്യാനമാണ്. അതുകൊണ്ട് തന്നെ നിരവധി സഞ്ചാരികൾ ഈ ബെന്നാർഘട്ട ദേശീയോദ്യാനത്തിലേക്ക് വരാറുണ്ട്. ഏതായാലും ഈ വീഡിയോ പുറത്തുനിന്ന് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ വീഡിയോയിൽ പിന്നെയും കാണാം, അങ്ങനെ ആക്രമിച്ചതിന് ശേഷം വീണ്ടും ആ സഫാരി ജീപ്പിന് പിന്നാലെ ആ പുലി ഓടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആശങ്കപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ എത്തുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് അവരുടെ സുരക്ഷ എല്ലാ സമയത്തും ഉറപ്പുവരുത്തേണ്ടത് അവിടെയുള്ള അധികൃതർ ഓരോരുത്തരുടെയും കടമയായിരുന്നു. അതിലൊരു പാളിച്ച വന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും ഉറപ്പാണ്. ശരി ശ്രീധരൻ.